അസ്സലാമലൈക്കും. ഈ റംബൂട്ടാൻ മൊത്തം ഞാൻ തിന്നതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? സത്യത്തിൽ ഇതാണ് ഇന്നത്തെ എൻ്റെ ആഹാരം. അപ്പടി ഞാൻ തിന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞ ഇന്നത്തെ എൻ്റെ ആഹാരമാണിത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ടും ഞാൻ കഴിച്ചത് ഇപ്പോൾ ഇതാണിത് കഴിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ച എൻ്റെ റംബൂട്ടാനാണ് കഴിക്കുന്നത്. ഇത് മൊത്തം ഞാൻ കഴിച്ചതാണ്. എനിക്ക് എൻ്റെ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് മൊത്തം കഴിക്കാനുള്ള കാരണം ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. കഴിച്ചത് മൊത്തം ഞാൻ കഴിച്ചു. പിന്നെ എൻ്റെ കോളേജിലെ ജോലി എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ കോളേജിലെ ജോലിയാണ് എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിലും നല്ലൊരു ജോലിയിലേക്ക് പഠിച്ച് എനിക്ക് എത്താൻ കഴിഞ്ഞു. നല്ലൊരു വർക്കിലേക്കും ശമ്പളം കൂടുതലുള്ളൊരു വർക്കിലേക്കും ഞാൻ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് തീർത്തെടുക്കാൻ വരെ അവിടെ പിടിച്ച് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം 1-2 മാസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കേസ് തന്നെയായിട്ട് കൊച്ചിൻ്റെയൊക്കെ അടുത്തായതുകൊണ്ട് ഒരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനും എൻ്റെ മോളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വീട്ടിലുണ്ട്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു 3-4 ദിവസമായി ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ബന്ധപ്പെട്ടൊരു ഫീൽഡാണ്. ഞാൻ ഇടയ്ക്കത് കാണിക്കുന്നതായിരിക്കും. കോളേജിലെ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചു, സാറിന് അടുത്ത മാസം കയറിക്കൊള്ളാനാണ് പറഞ്ഞേക്കണേ. ആദ്യം എന്നോട് 2 ആഴ്ച മുമ്പ് ഒരു വ്യാഴാഴ്ച ചെല്ലാൻ പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴേക്കും കൊച്ചിന് വീണ്ടും പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ പോയില്ല. അപ്പോൾ സാറിനെ വിളിച്ചു. സാർ പറഞ്ഞു അടുത്ത മാസം എന്തായാലും വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് അതുവരെ നോക്കിയിരിക്കാനുള്ള അപ്പോൾ അത് എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനും പറ്റില്ല. കാരണം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അടവുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് കൊച്ചു ഹോസ്പിറ്റലിലാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ, പൈസയുടെ ആവശ്യങ്ങൾ ഒക്കെ ആയിരുന്നു. അങ്ങനെ ആണ് ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയിലേക്ക് ഞാൻ പ്രവേശിച്ചത്. അള്ളാഹു അതിനകത്ത് എനിക്ക് ഇപ്പോൾ 3-4 ദിവസമായി ഞാൻ പോയി തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊച്ചിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ലീവ് എടുക്കാം. എന്തായാലും കൊച്ചിന് കുറഞ്ഞു വരുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അസുഖത്തിൻ്റെ പേര് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരുന്നൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ടെസ്റ്റുകളൊക്കെ ആണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും പനിയുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഡേറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടിയുടെ അസുഖം പൂർണ്ണമായി മാറും എന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാവരും ദുആ ചെയ്യണം. എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വർക്ക് ഞാനൊരു ദിവസം കാണിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.